കൊടിമരവും കൊടിയേറ്റുമില്ല, പക്ഷേ ആറാട്ടുണ്ട്. അത് ഒന്നല്ല 9 ആറാട്ട്. പൂരമില്ലെങ്കിലും പൂരങ്ങളുടെ മാതാവെന്ന് വിളിക്കപ്പെടുന്ന ആറാട്ടുപുഴ പൂരത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്നത് ഇവിടുത്തെ തേവരാണ്. കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ പറയുന്നത് തൃപ്രയാർ ക്ഷേത്രത്തെ പറ്റിയാണെന്ന്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ദർശനവും മീനൂട്ടും നടത്തി വേദാർച്ചനയിലും രാമായണ പാരായണത്തിലും പങ്കെടുത്ത തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കർക്കടക മാസത്തിലെ നാലമ്പല ദർശനത്തിനായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി ഭക്തർ എത്തിച്ചേരുന്ന പുണ്യസ്ഥലമാണ്. ഗുരുവായൂർ ഏകാദശിയോളം തന്നെ പ്രാധാന്യമുള്ള ഏകാദശി ആഘോഷവും ചാത്തൻ ദോഷം തീർക്കാനുള്ള ഭക്തരുടെ ഒഴുക്കും ഇടവേളയില്ലാതെ നടക്കുന്ന വെടിവഴിപാടും ശാസ്താവിൻ്റെ പ്രാധാന്യവുമെല്ലാം തൃപ്രയാറിനെ മറ്റു ശ്രീരാമക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തൃശൂർ ജില്ലയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തീവ്ര നദിയെന്നും പുറയാറെന്നും പേരുള്ള കനോലി കനാലിൻ്റെ തീരത്താണ് അതിപ്രശസ്തവും പുരാതനവുമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യത്തെയും ക്ഷേത്രത്തെയും പറ്റി കൂടുതൽ പറഞ്ഞതിന് ശേഷം ഇവിടെ എങ്ങനെ എത്താം എന്നതിനെപ്പറ്റിയും വഴിപാടുകളെയും മറ്റ് ആഘോഷങ്ങളെപ്പറ്റിയുമെല്ലാം വിശദമാക്കാം. നാലമ്പലങ്ങളെന്നു പ്രസിദ്ധിയാർജിച്ച തൃപ്രയാർ ഉൾപ്പെടെ കൂടൽമാണിക്യത്തെയും തിരുമൂഴിക്കുളത്തെയും പായമ്മലെയും വിഗ്രഹങ്ങൾ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്നവയാണെന്നാണ് വിശ്വാസം. 4 ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വാരകയിൽ കിഴക്കേ അറ്റത്തെ രൈവതകം, വടക്കേ അറ്റത്തെ വേണുമന്ദം, പടിഞ്ഞാറേ അറ്റത്തെ സുഗക്ഷം, തെക്കേ അറ്റത്തെ ലതാവേഷ്ടം എന്നീ പർവ്വതങ്ങളിലെ ക്ഷേത്രങ്ങളിൽ യഥാക്രമം ശ്രീരാമനെയും ഭരതനെയും ലക്ഷ്മണനെയും ശത്രുഘ്നെയും പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്നു. കൂടാതെ ദ്വാരകാപുരിയുടെ നടുവിൽ ഒരു മഹാവിഷ്ണു ക്ഷേത്രവും ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും ദ്വാരകാവാസികളും ഇവിടെ ദർശനം നടത്തി വന്നു. ദ്വാപരയുഗാവസാനം ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിനെ തുടർന്ന് ദ്വാരകയിൽ മഹാപ്രളയമുണ്ടാവുകയും ഈ ക്ഷേത്രങ്ങളിലെ 5 വിഗ്രഹങ്ങളും സമുദ്രത്തിലാഴുകയും ചെയ്തു. അവയിലെ മഹാവിഷ്ണു വിഗ്രഹം ഉദ്ധവരുടെ നിർദ്ദേശപ്രകാരം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠിച്ച ഇടം പിന്നീട് ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമായി. ഈ കഥ ഗുരുവായൂരിനെ പറ്റിയുള്ള വീഡിയോയിൽ വിശദമാക്കിയിട്ടുണ്ട്. കാലമേറെ കഴിഞ്ഞെങ്കിലും ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങൾ കടലിനടിയിൽ തന്നെ കിടന്നു. ഇപ്പോൾ അറബിക്കടൽ എന്ന് നാം വിളിക്കുന്ന സിന്ധുസാഗരത്തിൽ ഒരിക്കൽ കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാരുടെ വലകളിൽ ഈ വിഗ്രഹങ്ങൾ കുടുങ്ങി. അവർ നാടുവാഴിയായിരുന്ന വാക്കേൽ കൈമളെ ഏൽപ്പിക്കുകയും തുടർന്ന് ദേവപ്രശ്നം വച്ച് നോക്കിയപ്പോൾ അവ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്ന ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങളാണെന്നും മനസ്സിലായി. കൈമൾ മന്ത്രശക്തി ഉപയോഗിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് 4 പക്ഷികളെ സൃഷ്ടിച്ചു. അവ ചെന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അതാത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാനും ഉത്തരവായി. ശ്രീരാമ വിഗ്രഹത്തിൽ നിന്ന് വന്ന പക്ഷി ചെന്നിരുന്നത് തീവ്ര നദിയുടെ തീരത്താണ്. ഭരതവിഗ്രഹത്തിലേത് കൂടൽമാണിക്യത്തും ലക്ഷ്മണ വിഗ്രഹത്തിൽ നിന്ന് വന്ന പക്ഷി പൂർണ്ണ നദിക്കരയുടെ തീരത്തെ മൂഴിക്കുളത്തും ശത്രുഘ്ന വിഗ്രഹത്തിൽ വന്നത് പായമ്മലിലും ചെന്നിരുന്നു. ഇവിടങ്ങളിലെല്ലാം 4 മഹാക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ദശരഥപുത്രന്മാരുടെ വിഗ്രഹങ്ങൾ യഥാക്രമം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ 4 ശ്രീരാമ സോദര ക്ഷേത്രങ്ങളിലും കർക്കടകത്തിൽ ഒരു ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതാണ് നാലമ്പലയാത്ര. രാവണനെ നിഗ്രഹിച്ച് 3 ലോകങ്ങളുടെയും സംരക്ഷണമായിരുന്നല്ലോ രാമാവതാര ലക്ഷ്യം. എന്നാൽ മറ്റനേകം രാക്ഷസന്മാരെ കൂടി നിഗ്രഹം ചെയ്യുന്നതിനായി ഭഗവാന്റെ സന്തത സഹചാരികളായ പാഞ്ചജന്യ ശംഖ് ഭരതനായും ആദിശേഷൻ ലക്ഷ്മണനായും ശത്രുസംഹാരിയായ ശത്രുഘ്നനായി സുദർശന ചക്രവും അവതരിച്ചു. ഈ 4 പുണ്യമന്ദിരങ്ങളും സന്ദർശിക്കുമ്പോൾ വ്യത്യസ്ത ഭാവരൂപങ്ങളിലെ ഭഗവത് ദർശനം സാധ്യമാവുന്നു എന്നാണ് വിശ്വാസം. രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തൃപ്രയാറിന് ആ പേര് ലഭിച്ചതിനെപ്പറ്റിയും ഐതിഹ്യങ്ങളുണ്ട്. വാമനാവതാര വേളയിൽ ഭഗവാൻ ത്രിവിക്രമനായി വളർന്നു വന്നപ്പോൾ ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലുവിലുള്ള തീർത്ഥമെടുത്ത് ഭഗവത് പാദത്തിൽ അഭിഷേകം ചെയ്തു. ആ തീർത്ഥം അവിടെ നിന്നൊഴുകിയപ്പോൾ കുറേ ഭാഗം ഭൂമിയിലും പതിച്ചു.
തിരുപാദം കഴുകിയ തീർത്ഥജലം ആറായി തീർന്നപ്പോൾ അത് തിരുപ്പാതയാറായി. അത് ശോഷിച്ച് തൃപ്പാതയാറും തൃപ്രയാറുമായി. മറ്റൊരു ഐതിഹ്യം ഇങ്ങനെയാണ്. തൃപ്രയാറപ്പന് അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായെത്തിയ ഗംഗാനദി അഭിഷേകത്തിനു ശേഷം തിരികെ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ച് ഭഗവാനു ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ സാധ്യമല്ലാതായി. അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപുറയാറ് എന്ന് വിശേഷിക്കപ്പെടുകയും പിന്നീട് തൃപ്രയാർ ആയി മാറുകയും ചെയ്തു. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ സ്ഥാപിക്കപ്പെട്ടതെന്ന് കരുതുന്ന ക്ഷേത്രത്തിൻ്റെ പഴക്കം കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ല. ഒരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നു ഇവിടം. ശാസ്താവായിരുന്നു ആദ്യ പ്രതിഷ്ഠ. പിന്നീട് ശാസ്താവിൻ്റെ പ്രതിഷ്ഠയെ പുറത്തേക്ക് മാറ്റുകയും പകരം ചതുർബാഹുവായ ശ്രീരാമനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തൃപ്രയാർ ക്ഷേത്രം ഒരു കാലത്ത് സാമൂതിരി ഭരണത്തിന് കീഴിലായിരുന്നു. പിന്നീട് ഡച്ചുകാരും മൈസൂർ രാജാക്കന്മാരും അതിനുശേഷം കൊച്ചി രാജവംശവും ക്ഷേത്രം അധീനതയിൽ വച്ചു. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ക്ഷേത്രത്തിൻ്റെ പരിപാലനം നിർവഹിക്കുന്നത്. നാഷണൽ ഹൈവേ 66 വെറും 1/2 കിലോമീറ്റർ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്കെത്താൻ എളുപ്പമാണ്. ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ എന്നീ പുണ്യസ്ഥലങ്ങളുടെ കൃത്യം മധ്യഭാഗത്താണ് തൃപ്രയാർ. അതായത് 25 കിലോമീറ്ററാണ് തൃപ്രയാറിന് ഇവിടങ്ങളിൽ നിന്നുള്ള ദൂരം. ഇരു സ്ഥലങ്ങളിൽ നിന്നും ബസ് സർവീസുമുണ്ട്. ട്രെയിനിൽ വരാൻ സൗകര്യം തൃശ്ശൂരാണ്. ഇവിടെ നിന്നും 25 കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമേയുള്ളൂ. തൃശ്ശൂരിലെ ശക്തൻ സ്റ്റാൻഡിൽ നിന്നും ബസ് ലഭിക്കാനും എളുപ്പമാണ്. ബസ്സിൽ വരുമ്പോൾ തൃപ്രയാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലം കടക്കുമ്പോൾ മനോഹരമായ ക്ഷേത്രം ദൃശ്യമാകുന്നു. പടിഞ്ഞാറ് വശത്തുള്ള അലങ്കാര ഗോപുരത്തിന് സമീപമായാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്നും അമ്പലത്തിലേക്കുള്ള നടപ്പാതയ്ക്ക് ഇരുവശത്തുമായി പൂജാസാധനങ്ങൾ വിൽക്കുന്ന അനേകം കടകളും റെസ്റ്റോറൻറ്റുകളും കാണാം. പ്രധാന ഗോപുരത്തിലൂടെ ഉള്ളിൽ കടക്കുന്നതിന് മുൻപ് വലതുവശത്തായി സുബ്രഹ്മണ്യൻ്റെയും ഹനുമാന്റെയും ക്ഷേത്രത്തിൽ ദർശനം നടത്താം. ഷൺമുഖ സമാജം കമ്മിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ഈ ക്ഷേത്രത്തിലെ 18 അടി ഉയരമുള്ള ഹനുമാൻ വിഗ്രഹം കേരളത്തിലെ ഏറ്റവും വലിയ വിഗ്രഹങ്ങളിലൊന്ന് തന്നെയാണ്. 2 നിലകളോടുകൂടിയ മനോഹരമായ ഗോപുരമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടം. ഇതിലൂടെ മതിൽക്കെട്ടിനുള്ളിൽ കടന്ന് പ്രദക്ഷിണമായി നാലമ്പലത്തിലേക്ക് പോകാം. ഈ വഴി നടക്കുമ്പോൾ ഇടതുവശത്തായി ഗോശാല കൃഷ്ണൻ്റെ ശ്രീകോവിലുണ്ട്. കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠ. ഒരു കൈയിൽ കാലിക്കോലും മറുകൈയിൽ ഓടക്കുഴലുമേന്തിയ ഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അല്പം കൂടി മുൻപോട്ട് പോയാൽ ഇടതുവശത്ത് തന്നെ ഭഗവാന്റെ പള്ളിയോടം സൂക്ഷിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ആനക്കൊട്ടിലും ശീവേലിപ്പുരയും കാണാം. ഉത്സവമില്ലാത്ത ഇവിടെ കൊടിമരവും കാണാനില്ല. പകരം ആ സ്ഥാനത്ത് ഒരു ദീപസ്തംഭമുണ്ട്. ആനക്കൊട്ടിൽ നിന്നും കിഴക്ക് വശത്തേക്ക് പടികളിറങ്ങുന്നത് നേരെ പുഴയിലേക്കാണ്. ആനക്കൊട്ടിൽ നിന്നും ഉള്ളിലേക്ക് നോക്കിയാൽ ഭീമാകാരമായ ബലിക്കല്ല് കാരണം പ്രതിഷ്ഠ കാണാൻ സാധിക്കില്ല. ബലിക്കല്ല് കടന്ന് ദർശനത്തിനായി നാലമ്പലത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ചതുരാകൃതിയിലുള്ള നമസ്കാര മണ്ഡപമാണ് ആദ്യം കാണുന്നത്. അതിന് വലതുവശത്തൂടെ ഗംഭീരമായ വട്ട ശ്രീകോവിലിന് മുൻപിലേക്ക് നടന്നെത്തുമ്പോൾ നമുക്ക് ഭഗവത് ദർശനം സാധ്യമാകുന്നു. 6 അടിയിലധികം ഉയരം വരുന്ന അഞ്ജനശിലാ നിർമ്മിതമായ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്രയാറപ്പൻ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നീ 3 രാക്ഷസന്മാരെയും അവരുടെ 10,000 പടയാളികളെയും വെറും 3.25 നാഴിക കൊണ്ട് നിഗ്രഹിച്ച ശേഷം പ്രദർശിപ്പിച്ച വിശ്വരൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് വിശ്വസിച്ചു വരുന്നു. ചതുർബാഹുവായ ശ്രീരാമസ്വാമി പുറകിലെ വലതുകൈയിൽ തൻ്റെ വില്ലായ കോദണ്ഡവും പിറകിലെ ഇടതുകൈയിൽ സുദർശന ചക്രവും
മുന്നിലെ വലതുകൈയിൽ അക്ഷമാലയും മുന്നിലെ ഇടതുകൈയിൽ പാഞ്ചജന്യം എന്ന ശംഖും ധരിച്ചിരിക്കുന്നു. മുന്നിലെ വലതുകൈ അഭയമുദ്രാങ്കിതം കൂടിയാണ്. ഇപ്രകാരം തൃപ്രയാറപ്പൻ ത്രിമൂർത്തി ചൈതന്യത്തോടു കൂടിയ മൂർത്തിയാണ്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ക്ഷേത്രത്തിൽ നടന്ന അക്രമങ്ങളെ തുടർന്ന് ഭഗവാന്റെ അഞ്ജനശിലയിൽ നിർമ്മിച്ച വിഗ്രഹത്തിന് ഇരു കൈകൾക്കും കേടുപാടുകൾ കാര്യമായി സംഭവിച്ചിരുന്നു. അതിനാൽ പുനഃപ്രതിഷ്ഠയ്ക്കുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പ്രശ്നവിധി പ്രകാരം നിലവിലുള്ള വിഗ്രഹത്തിന്മേൽ പഞ്ചലോഹത്തിൽ തീർത്ത ഗോളക ചാർത്തുകയാണ് പിന്നീടുണ്ടായത്. പഞ്ചലോഹത്തിൽ അധികവും സ്വർണമായതിനാൽ ശ്രീകോവിലിനുള്ളിലെ ദീപപ്രഭയിൽ തിളങ്ങുന്ന ഭഗവാന്റെ ദർശനം ഭക്തർക്ക് ആനന്ദദായകമാണ്. ഖരവധത്തിന് ശേഷമുള്ള ഭാവമായതിനാൽ അത്യുഗ്രമൂർത്തി കൂടിയാണ് ഭഗവാൻ. ഈ ഉഗ്രത കുറയ്ക്കാൻ ഭഗവാന്റെ ഇരുവശത്തും ശ്രീദേവിയെയും ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഭഗവാനെ തൊഴുന്ന സമയം ശ്രദ്ധിച്ചു നോക്കിയാൽ താഴെ ഇരുവശത്തുമായി കാണാം. നിവേദ്യമായാലും അഭിഷേകമായാലും എന്തും തുല്യ പ്രാധാന്യത്തോടെ ഈ 3 പേർക്കും കഴിക്കുമെന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ആദ്യകാലത്ത് പടിഞ്ഞാറെ നടയും തുറന്നിരുന്നു. അന്ന് ഭഗവതിമാർ രാത്രികാലങ്ങളിൽ വന്ന് ഭഗവാന് പുഷ്പാഞ്ജലി നടത്തുന്നത് കണ്ടിട്ട് വില്ലുമംഗലം സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം അവിടം അടയ്ക്കുകയും ഭഗവതിമാരെ ഭഗവാന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുവാനായി ശ്രീകോവിലിൽ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. നല്ല വലുപ്പമുള്ള ഒറ്റനില വട്ട ശ്രീകോവിലിനു ചുറ്റും ചുമർ ചിത്രങ്ങളും മരം കൊണ്ട് നിർമ്മിച്ച ശില്പങ്ങൾ കൊണ്ടും മനോഹരമാക്കിയിരിക്കുന്നു. സാധാരണയായി ശിവക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന ദക്ഷിണാമൂർത്തിയെ അതേ പ്രാധാന്യത്തോടെ ശിവലിംഗ രൂപത്തിൽ ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൽ തെക്കുഭാഗത്തായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടെ ഗണപതിയുമുണ്ട്. ഇതുകൂടാതെ നാലമ്പലത്തിൻ്റെ ഉള്ളിലായി തെക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം കോവിലിൽ വേറെ ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. തൃപ്രയാറിലെ ശൈവ ചൈതന്യത്തിൻ്റെ പ്രതീകമാണ് ഈ 2 പ്രതിഷ്ഠകളും. ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിക്ക് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ല എങ്കിലും നമസ്കാര മണ്ഡപത്തിൽ ഹനുമത് സാന്നിധ്യം കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം. ഹനുമത് പ്രീതിക്കായി ക്ഷേത്രത്തിൽ ദിവസവും രാമായണത്തിലെ സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ലാത്ത മറ്റൊരു സങ്കല്പമാണ് ചാത്തൻ. പ്രശ്നത്തിന് രാശി വയ്ക്കുമ്പോൾ ചാത്തൻ്റെ ദോഷം മാറാൻ തൃപ്രയാർ തേവരുടെ മുന്നിലെത്തി പ്രാർത്ഥിച്ചാൽ മതി എന്ന വിശ്വാസത്താൽ നിരവധി ആൾക്കാരാണ് ദിവസവും ഇവിടെ എത്തുന്നത്. ബാധാ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടിയെത്തുന്ന വിശ്വാസികൾ ചാത്തൻ ഭണ്ഡാരം എന്ന വഴിപാടാണ് ചെയ്തു വരുന്നത്. നിത്യേന 5 പൂജകളും 3 ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. പുലർച്ചെ 3:30 നിർമ്മാല്യ ദർശനത്തിനായി നട തുറക്കുന്നു. അഭിഷേകത്തിന് ശേഷം നേദ്യവും തുടർന്ന് 4:30 നടയടച്ച് ഉഷപ്പൂജയും നടത്തുന്നു. സൂര്യോദയത്തിന് എതിരേറ്റു പൂജയും ഗണപതി ഹോമവുമാണ്. തുടർന്ന് 8 മണിയോടെ പന്തീരടി പൂജ നടക്കും. 11 മണിയോടെ ഉച്ചപൂജയും 11:30 ഉച്ചശിവേലിയും നടത്തി ഉച്ചയ്ക്ക് 12 മണിയോടെ നടയടയ്ക്കുന്നു. വൈകിട്ട് 4 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് ദീപാരാധന. തുടർന്ന് 7:30 അത്താഴപൂജയും 8 മണിക്ക് അത്താഴ ശിവേലിയും നടത്തി രാത്രി 9 മണിയോടെ വീണ്ടും നടയടയ്ക്കുന്നു. വിശേഷ ദിവസങ്ങളിലും ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലും പൂജാക്രമങ്ങളിൽ മാറ്റം വരും. സാധാരണ ദിവസങ്ങളിൽ സുഗമമായ ദർശനം സാധ്യമാണെങ്കിലും ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും കുറച്ചു നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നേക്കാം ദർശനത്തിനായി. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കളഭാഭിഷേകം നടത്തുന്നു എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ദേവൻ്റെ രൗദ്രത കുറയ്ക്കുവാനാണ് ദിവസവും കളഭം ചാർത്തുന്നത്. മറ്റൊരു വ്യത്യസ്തത ദിവസവും തന്ത്രി പൂജിക്കുന്നു എന്നുള്ളതാണ്. തന്ത്രിമാർ ദിവസവും പൂജ കഴിക്കുന്ന ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ക്ഷേത്രത്തിലെ തന്ത്രാധികാരം
തരണനെല്ലൂർ മനയ്ക്കാണ്. തൃപ്രയാറിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുറപ്പെടാ ശാന്തിമാരാണുള്ളത്. ഇവരിൽ ഒരാൾ മേൽശാന്തിയും മറ്റ് 2 പേർ സഹശാന്തിമാരുമാകും. ഇങ്ങനെ വരുന്ന മേൽശാന്തി 3 മാസം പുറപ്പെടാ ശാന്തിയായി ഭഗവാന്റെ നിവേദ്യവും കഴിച്ച് ക്ഷേത്രത്തിന് സമീപത്തുള്ള മഠത്തിൽ തന്നെ കഴിയണം എന്നാണ് ചിട്ട. 3 മാസം കൂടുമ്പോൾ മേൽശാന്തി മാറും. ഖരവധം കഴിഞ്ഞുള്ള ശ്രീരാമനോടൊപ്പം സീതയില്ലാത്ത അവസ്ഥയിലാണല്ലോ പ്രതിഷ്ഠാസങ്കല്പം. ആ രൗദ്രതയോടുകൂടിയിരിക്കുന്ന ഭഗവാന്റെ ഭാവത്തിൽ ഒട്ടും കളങ്കം വരാതിരിക്കുവാനായിട്ടാണ് മേൽശാന്തി പുറപ്പെടാ ശാന്തിയായിരിക്കണം എന്ന് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന പൂജാരിമാർ ഇവിടം വിട്ടുപോകുന്നത് ഭഗവാനോടുള്ള അവഗണനയായി കാണാതിരിക്കുവാനും ആ നിയമത്തിന് കാരണമായി പറയപ്പെടുന്നു. തൃപ്രയാർ ക്ഷേത്രത്തിൽ കതിനവെടിയാണ് പ്രധാന വഴിപാട്. ഒരുപക്ഷെ വെടിവഴിപാട് നടത്തുന്ന ഏക ശ്രീരാമക്ഷേത്രം ഇതായിരിക്കും. എന്ത് കാര്യത്തിനും തേവർക്ക് വെടിവഴിപാട് നടത്തുക എന്നുള്ളത് തൃപ്രയാറുകാരുടെ പതിവാണ്. പണ്ട് അതിന് സമയവും കാലമൊന്നും ഇല്ലാതിരുന്നുവെങ്കിലും ഇപ്പോൾ പകൽ സമയങ്ങളിൽ തുടർച്ചയായി വെടിവയ്പ്പിൻ്റെ ശബ്ദം കേൾക്കാം. അമ്പലത്തിന് മുൻപിലെ പുറയാറിലെ മത്സ്യങ്ങൾക്ക് ആഹാരം നൽകുന്ന മീനൂട്ട് വഴിപാടും ഏറെ പ്രധാനമാണ്. ഭഗവാന്റെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തിൻ്റെ സങ്കല്പത്തിൽ മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നത് ഭക്തർ ഏറെ ഇഷ്ടത്തോടെ ചെയ്യുന്ന വഴിപാടാണ്. വെടിവഴിപാടും മീനൂട്ടും ക്ഷേത്രത്തിന് വെളിയിലാണ് ചെയ്യുന്നതെങ്കിൽ പാൽപായസം, കളഭാഭിഷേകം, മറ്റു അർച്ചനകൾ തുടങ്ങിയവ ശ്രീകോവിലിനുള്ളിൽ ചെയ്യുന്ന വഴിപാടുകളാണ്. തടസ്സങ്ങൾ നീങ്ങാനും കാര്യസാധ്യത്തിനുമായി ഭക്തർ നെയ്ക്കിണ്ടി സമർപ്പണവും അമ്പും വില്ലും സമർപ്പണവും നടത്തിവരുന്നു. വിവാഹ തടസ്സങ്ങൾ മാറുവാനായി സുന്ദരകാന്ഡം വായനയും ഒരു പ്രധാന വഴിപാടാണ്. ഉദയാസ്തമന പൂജയും ഭക്തർക്ക് വഴിപാടായി നടത്താം. 18 പൂജകൾ അടങ്ങിയ ഉദയാസ്തമന പൂജ ഒരു ഉത്സവം നടത്തുന്നതിന് തുല്യമാണ്. നാലമ്പലത്തിന് വെളിയിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേക ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ശാസ്താവ് കുടിയിരിക്കുന്നു. വലതു കൈയിൽ അമൃതകലശം പിടിച്ചിരിക്കുന്ന ശാസ്താവാണ് ഇവിടെയുള്ളത്. അതിനാൽ രോഗശാന്തിക്ക് ഈ ശാസ്താവിനെ ഭജിക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. ശാസ്താവിന് നീരാഞ്ജനമാണ് പ്രധാന വഴിപാട്. രോഗദുരിതങ്ങൾ മാറാൻ തടിയിൽ തീർത്ത ആൾരൂപവും അവയവങ്ങളും സമർപ്പിക്കുന്നത് ഇവിടുത്തെ വഴിപാടാണ്. തൃപ്രയാറിലെ ആദ്യ പ്രതിഷ്ഠയും ഈ ശാസ്താവ് തന്നെയാണെന്ന് പറയപ്പെടുന്നു. ഇതിന് പ്രത്യക്ഷത്തിലുള്ള തെളിവ് മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരത്തിലെ ചടങ്ങുകളാണ്. 1400-ലേറെ വർഷങ്ങൾ പഴക്കമുള്ള ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്ന ദേവതമാർ ശാസ്താക്കന്മാരും ദേവിമാരുമാണ്. പൂരത്തിന് നെടുനായകം വഹിക്കുന്ന തൃപ്രയാർ തേവർ മാത്രമാണ് ഇതിൽ നിന്നും വിഭിന്നം. പണ്ട് ഇവിടുത്തെ ശാസ്താവാണ് പൂരത്തിൽ പങ്കെടുത്തിരുന്നതെന്നും പിൽക്കാലത്ത് ഇതൊരു രാമക്ഷേത്രമായി മാറിയപ്പോൾ തേവർ ആ സ്ഥാനം ഏറ്റെടുത്തു എന്നുമാണ് അനുമാനം. പൂരം ആറാട്ടുപുഴയിലാണെങ്കിലും പ്രാധാന്യം ശ്രീരാമസ്വാമിക്കാണ്. 8 ദിവസമാണ് ആറാട്ടുപുഴ പൂരം. 24 പൂരങ്ങളുടെ ആ സംഗമത്തിന് ശ്രീ ഭൂമി ഭഗവതിമാർക്കൊപ്പമാണ് തേവർ പോകുന്നത്. ഈ ചടങ്ങിനെ മകയിരം പുറപ്പാട് എന്നാണ് പറയുന്നത്. ശ്രീരാമൻ മകയിരം പുറപ്പാട് നടത്തി അവിടെ എത്തുന്ന ദിവസങ്ങൾ കണക്കാക്കിയാണ് മറ്റു ഘടകപൂരങ്ങളൊക്കെയും തന്നെ ആറാട്ടുപുഴയിലെത്തുന്നത്. ശ്രീരാമസ്വാമി കൂടി എത്തുമ്പോൾ 30 കോടി ദേവീദേവന്മാരുടെ സാന്നിധ്യം ആറാട്ടുപുഴയിൽ സംഗമിക്കുന്നു. കൊടിയേറി ഉത്സവമില്ലാത്ത തൃപ്രയാറെ തേവർക്ക് പൂരത്തിന് മുന്നോടിയായി അനേകം ആറാട്ടുകളുണ്ട്. മകയിരം പുറപ്പാടിന് വിവിധ ചടങ്ങുകൾക്ക് ശേഷം തേവർ സ്വർണ്ണക്കോലത്തിൽ സേതുകുളത്തിൽ ആറാട്ടിനായി എഴുന്നള്ളും. തുടർന്ന് തിരിച്ചെഴുന്നള്ളി ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിച്ച് ചുറ്റമ്പലത്തിനകത്ത് കിണറ്റിൻകരയിൽ ചെമ്പിലാറാട്ട് നടത്തും. പിറ്റേന്ന് പുത്തൻകുളത്തിൽ ആറാട്ട് നടക്കും. വൈകിട്ട് കാട്ടൂർ പൂരത്തിന് പുറപ്പെടും. അടുത്ത ദിവസം കാട്ടൂർ പൂരം കഴിഞ്ഞ് തിരിച്ചു വന്ന് വൈകിട്ട് ബ്ലാഹയിൽ കുളത്തിൽ ആറാട്ട് നടക്കും. തുടർന്ന് നിയമപിടിക്ക് ശേഷം കുറക്കൻകുളത്തിലാണ് ആറാട്ട്. പിറ്റേന്ന് വെന്നിക്കൽ ക്ഷേത്രത്തിൽ പറയെടുപ്പിന് ശേഷം കോതകുളത്തിൽ ആറാട്ട്.
തുടർന്ന് പയ്യന്നൂർ പാടത്ത് ചാലുകുത്തലും വൈകിട്ട് രാമൻകുളത്തിൽ ആറാട്ടും. അടുത്ത ദിവസം പുത്തൻകുളത്തിൽ ആറാട്ടിന് ശേഷം തിരിച്ചെത്തി വൈകിട്ട് നിയമവെടിക്ക് ശേഷം പള്ളിയോടത്തിൽ പുഴ കടക്കും. തുടർന്ന് കിഴക്കേ നടയിൽ പൂരം കഴിഞ്ഞ് ഊരായ്മ മനകളിലേക്ക് പുറപ്പെടും. അടുത്ത പുലർച്ചെ പറയെടുപ്പിന് ശേഷം കുട്ടൻകുളത്തിൽ ഇറക്കിപ്പൂജയും ആറാട്ടും നടക്കും. തന്ത്രി ഇല്ലത്തെ പൂജയ്ക്ക് ശേഷം ചെമ്പിലാറാട്ട്. അവിടെ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് അത്താഴ ശീവേലിയും കഴിഞ്ഞ് തേവർ ക്ഷേത്രക്കടവിൽ നിന്നും പള്ളിയോടത്തിൽ ആറാട്ടുപുഴ പൂരത്തിന് പുറപ്പെടും. വലിയ സ്വീകരണമൊക്കെ കഴിഞ്ഞാണ് ഭഗവാൻ ആറാട്ടുപുഴയ്ക്ക് പോകുന്നത്. ദേശം ഒന്നടങ്കം എത്തി യാത്രയയപ്പ് നടത്തും. പൂരത്തിന് പോകുമ്പോൾ ചിറക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറക്കി മാലയൊക്കെ ചാർത്തുന്ന ചടങ്ങുണ്ട്. ആ സമയം കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിലെ താമരമാല കൊണ്ടുവന്ന് ചാർത്തുന്ന ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് ആറാട്ടുപുഴയിലേക്ക് പോവുകയുള്ളൂ. പിറ്റേന്ന് ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന തേവർക്ക് ഉത്രം വിളക്ക് എഴുന്നള്ളിപ്പ് നടക്കുന്നതോടുകൂടി ആറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ട തൃപ്രയാറെ ചടങ്ങുകൾ പൂർത്തിയാകും. ഭരതനും ശ്രീരാമനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഉത്രം വിളക്ക്. ഒരിക്കൽ ശ്രീരാമസ്വാമിയുടെ പുറപ്പാടിന് അനുജനായ ഭരതന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതിനാൽ ഉത്രം വിളക്കിന് മകീരം പുറപ്പാടിൻ്റെ അതേ ചടങ്ങുകൾ ആവർത്തിച്ച് നടത്തും. സന്ധ്യയ്ക്കാണ് ഉത്രം വിളക്കിൻ്റെ ചടങ്ങുകൾ തുടങ്ങുക. ഊരായ്മക്കാർ കുളിച്ചു വന്ന് മണ്ഡപത്തിലിരുന്നാൽ വിളക്ക് എഴുന്നള്ളിക്കുന്നതിന് പാണി കൊട്ടാൻ അനുമതി നൽകും. തേവരെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചാൽ ബ്രാഹ്മണിപ്പാട്ടും പറന്നിറക്കലും നടക്കും. പുറത്തേക്ക് എഴുന്നള്ളുന്ന തേവരെ പടിഞ്ഞാറേ നടപ്പുരയിൽ പഞ്ചവാദ്യത്തോടെ സ്വീകരിക്കും. തുടർന്ന് തേവർ സേതുകുളത്തിൽ ആറാട്ടിന് യാത്രയാകും. ആറാട്ടിന് ശേഷം തിരിച്ചെഴുന്നള്ളുന്ന തേവർക്ക് തന്ത്രിമഠത്തിന് മുന്നിൽ കേളിയും പറ്റുമുണ്ട്. തുടർന്ന് അകത്തേക്ക് എഴുന്നള്ളുന്ന തേവർ 7 ആനകളുടെ ഉത്രം വിളക്കുവയ്പിൽ പങ്കെടുക്കും. അത്താഴ ശീവേലിയും ഉണ്ടാകും. ആറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇത്ര വിപുലമാണെങ്കിലും തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ഏകാദശിയാണ്. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് 12 ദിവസത്തെ വിപുലമായ കലാപരിപാടികളോടെയും ചടങ്ങുകളോടെയും ആഘോഷിക്കുന്നത്. ഏകാദശിക്ക് മുൻപുള്ള ദിവസം ശാസ്താവിനെ വഹിച്ചുകൊണ്ടുള്ള ഭക്തജന ഘോഷയാത്രയും ഏകാദശി ദിനത്തിൽ ഭഗവാൻ ശ്രീരാമസ്വാമിയെ ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും നടന്നുവരുന്നു. കർക്കടക മാസം ശ്രീരാമസ്വാമി ക്ഷേത്രമായ തൃപ്രയാറിൽ നിരവധി ഭക്തർ എത്തിച്ചേരുന്ന സമയമാണ്. രാമായണ മാസമായി ആചരിക്കുന്ന കർക്കടകത്തിൽ തൃപ്രയാർ ക്ഷേത്രം, ഇരിങ്ങാലക്കുട ഭരതക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണപെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്നന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന നാലമ്പല യാത്ര ഏറെ പുണ്യകരമായ ഒരു തീർത്ഥാടനമായാണ് ഹൈന്ദവർ വിശ്വസിക്കുന്നത്. ഈ സമയത്ത് ജനബാഹുല്യമായിരിക്കും ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ. ഭക്തരുടെ സൗകര്യത്തിനായും തിരക്ക് നിയന്ത്രിക്കാനും ക്ഷേത്രാധികാരികൾ സൗകര്യങ്ങൾ ഒരുക്കാറുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി ഡിപ്പോകളിൽ നിന്നും KSRTC പ്രത്യേക ബസ് സർവീസുകൾ നടത്തുന്നത് നിരവധി ആളുകളാണ് പ്രയോജനപ്പെടുത്തുന്നത്. ക്ഷേത്രത്തിന് സമീപം താമസ സൗകര്യങ്ങൾ ഇല്ല എന്നത് ദൂരെ നിന്നും വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ദേവസ്വത്തിൻ്റെ കീഴിലുള്ള സത്രം കാലപ്പഴക്കത്താൽ ജീർണിച്ചതുകൊണ്ട് അത് പൊളിച്ചു മാറ്റി ആധുനിക സൗകര്യങ്ങളോടെ പുതിയത് ഉടൻ നിർമ്മിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏറെ ദൂരെ നിന്നും വരുന്നവർ അതുവരെ ഗുരുവായൂരോ തൃശ്ശൂരോ എറണാകുളത്തോ താമസിച്ച് ദർശനത്തിനായി രാവിലെ എത്തുന്നതാവും ഉചിതം. ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാവുന്ന അത്രയും വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുമല്ലോ. നന്ദി, നമസ്കാരം.